നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ ഈ പ്രത്യേക പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സീറോ മലബാർ സഭയുടെ ഇരുണ്ട കാലഘട്ടത്തിലു കൂടിയാണോ ഇപ്പോൾ സഭ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? കാരണം സഭയെ നയിച്ച ഏറ്റവും നിർഗുണനായ അല്ലെങ്കിൽ ശക്തിഹീനനായ, സഭയെപ്പറ്റി നേർക്കാഴ്ചയില്ലാത്ത ഒരു സഭാ തലവനാണോ ഇപ്പോൾ സഭയുടെ തലപ്പത്തിരിക്കുന്നത് എന്ന് വിശ്വാസികൾ ഒന്നടങ്കം ചോദിക്കുകയാ. കാരണം സീറോ മലബാർ സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി സഭയുടെ ആസ്ഥാന ദേവാലയത്തിൽ പൂർണ്ണ ബലിയർപ്പണം നടത്താതെ രണ്ട് ബലിയർപ്പണത്തിന്റെ ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുന്ന ഒരു ഭാഗം മാത്രം നടത്തിക്കൊണ്ട് മേജർ ആർച്ച് ബിഷപ്പ് എന്ന് പറയപ്പെടുന്ന മാർ തട്ടിൽ പരിശുദ്ധ ബലിയർപ്പണത്തിന്റെ രണ്ടാം ഭാഗം കന്യാസ്ത്രീ മഠങ്ങളുടെ വാതിൽ മുട്ടിക്കൊണ്ട് അവിടെ നിർവഹിക്കുകയും പിന്നീട് അതേ സ്ഥലത്ത് ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കുകയും ചെയ്യുന്ന വളരെ വിചിത്രമായ കാഴ്ചയാണ് ഇന്ന് കാണുവാൻ സാധിച്ചത് എന്നാണ് സെന്റ് മേരീസ് ബസിലിക്കയിലെ ഒരു വിശ്വാസി തന്നെ പറയുന്നത്. തട്ടിലിപ്പോൾ രണ്ട് തട്ടിലാണ് വിശ്വാസികളെയും സഭാവിരുദ്ധരെയും രണ്ട് തട്ടിലാക്കി, അല്ലെങ്കിൽ വിശ്വാസികളെ രണ്ട് തട്ടിലാക്കി സഭയെ ഭിന്നിപ്പിക്കുന്ന വ്യക്തിയായി തട്ടിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ വിശ്വാസിയുടെ പക്ഷം. ഏതായാലും സഭയുടെ ഇരുണ്ട കാലഘട്ടത്തിലേക്ക് സഭയെ നയിച്ച മാർ തട്ടിലിന് ചരിത്രം മാപ്പ് കൊടുക്കുകയില്ല എന്ന് മാത്രമേ തട്ടിലിനോട് പറയുവാനുള്ളൂ. സിനഡിലെ മെത്രാന്മാർ ഇതൊക്കെ കണ്ടിട്ട് കണ്ണും കാതും അടച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് വിശ്വാസികൾ ചോദിക്കുകയാ. ഈ തട്ടിലിനെ കണ്ടുവേണ്ടേ മറ്റുള്ള വിമത മെത്രാന്മാരും പഠിക്കേണ്ടത് എന്നൊരു ചോദ്യം കൂടി ഇവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഏതായാലും തട്ടിൽ കന്യാസ്ത്രീ മഠങ്ങളുടെ വാതിലാണോ മുട്ടി തുറക്കേണ്ടത്, അതോ ബസിലിക്കയുടെ വാതിലാണോ മുട്ടി തുറക്കേണ്ടത് എന്ന് തട്ടിൽ ഒന്നുകൂടി ചിന്തിക്കണമായിരുന്നു ഇത് ചെയ്യുന്നതിന് മുമ്പ്. ഇവിടെ പരിശുദ്ധ ബലിയർപ്പണത്തിന്റെ ആദ്യ ഭാഗം, അതായത് ജനാഭിമുഖമായി അർപ്പിക്കപ്പെടേണ്ട ഭാഗം മാത്രം ബസിലിക്കയിൽ അർപ്പിച്ചതിന് ശേഷം അതിന്റെ ബാക്കി ഭാഗം കൊണ്ട് കന്യാസ്ത്രീ മഠങ്ങളുടെ ഭാഗങ്ങളിൽ ചെന്ന് അവിടെ അൾത്താരാഭിമുഖം അർപ്പിക്കുമ്പോൾ മാർ തട്ടിൽ എന്ത് സന്ദേശമാണ് വിശ്വാസികൾക്ക് നൽകുന്നത് എന്ന് സ്വയം ഒന്ന് ആലോചിച്ചാൽ ഈ വലിയ ആഴ്ചയിൽ താങ്കൾ ചെയ്ത മഹാ അപരാധം ചിലപ്പോൾ ക്ഷമിക്കപ്പെടാം. ഇത്രയും വലിയ ഇടർച്ചയ്ക്ക് കാരണമാകുന്ന ഒരു വ്യക്തി മെത്രാന്റെ സ്ഥാനത്ത്, ഒരു വൈദികന്റെ സ്ഥാനത്ത് പോലും ഇരിക്കാൻ യോഗ്യനല്ല എന്നാണ് വിശ്വാസികൾ പറയുന്നത്. ഏതായാലും വത്തിക്കാനെ ബോധ്യപ്പെടുത്തുവാൻ, അല്ലെങ്കിൽ ആരെയൊക്കെയോ ബോധ്യപ്പെടുത്തുവാൻ മാർ തട്ടിൽ കളിച്ച വളരെ വൃത്തികെട്ട കളിയല്ലേ ഇപ്പോൾ ഇന്ന് ഓശാന ഞായറാഴ്ച സെന്റ് മേരീസ് ബസിലിക്കയിൽ അരങ്ങേറിയത് എന്നുള്ളത് ഈ വീഡിയോ ദൃശ്യങ്ങൾ കാണുമ്പോൾ വിശ്വാസികൾക്ക് മനസ്സിലാകുമെന്നുള്ളതാണ് സത്യം. നമുക്കൊക്കെ ഓർമ്മയുണ്ട്, കഴിഞ്ഞ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരിയുടെ സമയത്ത് അദ്ദേഹം ഈ പ്രശ്നങ്ങളുടെ ഒക്കെ നടുവിൽ സെന്റ് മേരീസ് ബസിലിക്കയിൽ ഓശാന ഞായറാഴ്ച നടത്തിയ തിരുക്കർമ്മങ്ങളിൽ സൂചി കുത്തുവാനിടയില്ലാത്ത വിധം അത്ര ജനബാഹുല്യമായിരുന്നു ആ സ്ഥാനത്ത്. ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിലുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇവിടെ വിശ്വാസികളുടെ എണ്ണം തുലോം കുറവാണ്, ഒട്ടുമേ ഇല്ല എന്ന് തന്നെ വേണം പറയുവാൻ. അവിടെ കുറച്ച് കന്യാസ്ത്രീകളും കുറച്ച് വൈദികരും, വളരെ ചുരുക്കം കൈവിരലിൽ എണ്ണാവുന്ന വിശ്വാസികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ മാർ തട്ടിൽ കാണിച്ച ഈ നാടകത്തിന് ആരെയോ ബോധിപ്പിക്കുവാൻ, അല്ലെങ്കിൽ ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറായി മാറിയില്ലേ മാർ തട്ടിലെ താങ്കൾ എന്ന് മാർ തട്ടിലിനോട് ചോദിക്കേണ്ടി വരും. ഇവിടെ വിശ്വാസി ചോദിക്കുന്നത് പോലെ ഇദ്ദേഹം മാർ തട്ടിലല്ല, മാർ രണ്ട് തട്ടിലായി മാറി വിശ്വാസികളെ ഭിന്നിപ്പിക്കുന്ന ഒരു മെത്രാനായി മാറിയില്ലേ? കാരണം ഇവിടെയുള്ള വിശ്വാസികളും ഇവിടെയുള്ള സഭാവിരുദ്ധരും പോലും ഈ ചടങ്ങിൽ പങ്കെടുത്തില്ല എന്ന് വേണം ഈ വീഡിയോ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും വത്തിക്കാന് ഇത് കാണുമ്പോഴെങ്കിലും കണ്ണു തുറക്കുവാൻ ദൈവം അനുഗ്രഹം കൊടുക്കട്ടെ, ദൈവം പ്രാപ്തരാക്കട്ടെ വത്തിക്കാനെ. മാർപ്പാപ്പയും വത്തിക്കാനും ഇത് തീർച്ചയായിട്ടും കാണണം. ഇതാണ് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ്, അല്ലെങ്കിൽ തലവൻ എന്ന് പറഞ്ഞു നടക്കുന്ന, അല്ലെങ്കിൽ എന്ന് സ്വയം പറയുന്ന മാർ തട്ടിലിന്റെ ശരിക്കുള്ള ജനങ്ങളിലുള്ള അംഗീകാരം. ഇവിടെ വിശ്വാസികൾ ഇദ്ദേഹത്തെ എത്ര ബഹുമാനിക്കുന്നു, എത്ര മാനിക്കുന്നു, ഇദ്ദേഹത്തിന്റെ ശുശ്രൂഷകളിൽ വിശ്വാസികൾ എന്തുകൊണ്ട് പങ്കെടുക്കുന്നില്ല എന്നുള്ളത് ഈ വീഡിയോ ദൃശ്യങ്ങൾ മാത്രം തെളിവായി സ്വീകരിച്ചാൽ വത്തിക്കാന് മനസ്സിലാകാവുന്ന കാര്യമേ ഉള്ളൂ. ഇനിയെങ്കിലും ഇത്തരം മെത്രാൻ വേഷധാരികളെ സഭയിൽ നിന്ന് അപ്പാടെ
പുറന്തള്ളിക്കൊണ്ട് സീറോ മലബാർ സഭയെ ശുദ്ധീകരിക്കുവാൻ വത്തിക്കാൻ തയ്യാറാകണമെന്നാണ് വിശ്വാസികളുടെ ആവശ്യം. ഓശാന തിരുനാൾ ദിവസം, അതായത് ഓശാന ഞായറാഴ്ച ദിവസം എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിൽ സീറോ മലബാർ സഭയുടെ തലവനെന്ന് അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ സീറോ മലബാർ സഭയുടെ തലവനെന്ന് പറയപ്പെടുന്ന മാർ റാഫേൽ തട്ടിൽ നടത്തിയ പരിശുദ്ധ ബലിയർപ്പണത്തിന്റെ വികലമായ നടപടി, അത് വികലമായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പൂർണ്ണമായ ബലിയർപ്പണം എറണാകുളം ബസിലിക്കയിൽ നടത്താതെ ബലിയർപ്പണത്തിന്റെ പകുതി ഭാഗം അവിടെ നടത്തി ബാക്കി പകുതി ഭാഗം കൊണ്ട് മാർക്കറ്റിൽ കൂടി ഓടി അടുത്തുള്ള മഠത്തിൽ ചെന്ന് പരിശുദ്ധ ബലിയർപ്പണത്തിന്റെ ബാക്കി ഭാഗം പൂർത്തിയാക്കുമ്പോൾ ബലിയർപ്പണത്തെ വെട്ടിമുറിച്ച ഒരു മെത്രാൻ എന്ന നിലയിൽ ആ ബലിയർപ്പണത്തെ അവഹേളിക്കുകയാണ് മാർ റാഫേൽ തട്ടിൽ ചെയ്തത് എന്നുള്ളത് നിസ്സംശയം പറയുവാൻ സാധിക്കും വിശ്വാസികൾക്ക്. വിശ്വാസികൾ അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നതും. അങ്ങനെ വരുമ്പോൾ മാർ റാഫേൽ തട്ടിൽ നടത്തിയ പരിശുദ്ധ ബലിയർപ്പണം എന്ന പേരിലുള്ള ഈ ബലിയർപ്പണം ആഭിചാര കുർബാനയല്ലേ എന്ന് വിശ്വാസികൾ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ പാഷാണ്ഡതയിൽ നടന്ന വിമത കുർബാനയല്ലേ എന്ന് വിശ്വാസികൾ ചോദിക്കുമ്പോൾ, അതിനുള്ള മറുപടി പറയേണ്ടതും മാർ റാഫേൽ തട്ടിലോ അല്ലെങ്കിൽ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ചുരുക്കം ചിലരും ആയിരിക്കുമെന്നുള്ളതാണ് സത്യം. ഇവിടെ ഓശാന ഞായറാഴ്ച കാണിച്ച ഈ ബലിയർപ്പണ നാടകം വഴി കോടതി അലക്ഷ്യം കൂടിയാണ് മാർ റാഫേൽ തട്ടിൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വളരെ ചിന്താജനകമായിട്ടുള്ള കാര്യമാണ്. ഹൈക്കോടതി എറണാകുളം ബസിലിക്കയിൽ ബലിയർപ്പണം നടത്തുവാൻ പാടില്ല എന്ന് വിലക്കിയ സാഹചര്യത്തിലാണ് മാർ റാഫേൽ തട്ടിൽ അവിടെ പരിശുദ്ധ ബലിയർപ്പണത്തിന്റെ പകുതി ഭാഗം പൂർത്തീകരിച്ചത്. അങ്ങനെ തന്നെ കോടതി അലക്ഷ്യ നടപടികൾ നേരിടുവാൻ സീറോ മലബാർ സഭയുടെ തലവൻ സ്ഥാനത്തിരിക്കുന്ന മാർ റാഫേൽ തട്ടിൽ യോഗ്യനായി തീർന്നിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ തന്നെ കോടതിക്ക് മുമ്പിൽ കുറ്റവാളിയായി തീർന്നിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് ആരുടെ ഉപദേശപ്രകാരമാണ് ഇത്തരം ഒരു നാടകം കളിക്ക് ഇദ്ദേഹം മുതിർന്നത് എന്നുള്ളത് മാർ റാഫേൽ തട്ടിൽ തന്നെ വെളിവാക്കണം. കാരണം ഇത് വിശ്വാസികൾക്ക് വേണ്ടിയല്ല എന്നുള്ളത് നിങ്ങൾക്ക് മുമ്പിലുള്ള വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം അവിടെ പരിശുദ്ധ ബലിയർപ്പണ സമയത്തുണ്ടായ ജനപങ്കാളിത്തം തന്നെ അതിന് ഉത്തമ ഉദാഹരണമാണ്. റാഫേൽ തട്ടിൽ അർപ്പിച്ച ഈ കർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് വിശ്വാസികൾ ആരും ചെന്നില്ല എന്നുള്ളതോ പോട്ടെ, റാഫേൽ തട്ടിലിനെ അനുകൂലിക്കുന്ന സഭാവിരുദ്ധരായിട്ടുള്ള എറണാകുളം വിമതരിൽ പോലും ബഹുഭൂരിപക്ഷവും അവിടെ വന്നില്ല എന്നുള്ളതാണ് വളരെ വിചിത്രമായിട്ടുള്ള കാര്യം. അങ്ങനെ വരുമ്പോൾ സീറോ മലബാർ സഭയിലെ അൽമായ സമൂഹം മാർ റാഫേൽ തട്ടിലിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നു. തങ്ങളുടെ നേതാവല്ല, തങ്ങളുടെ സഭയുടെ തലവനല്ല റാഫേൽ തട്ടിൽ എന്ന് വിശ്വാസികൾ ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് ഓശാന തിരുനാൾ ദിവസം എറണാകുളം ബസിലിക്കയിൽ നമ്മൾ കണ്ടത്. മാർ റാഫേൽ തട്ടിൽ നടത്തിയ ബലിയർപ്പണം സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണമാണ് എന്ന് വിളിച്ചു പറയുന്ന ചുരുക്കം ചിലരോട് പറയുവാനുള്ളത്, അല്ലെങ്കിൽ അതിനുവേണ്ടി തർക്കിക്കുന്നവരോട് പറയുവാനുള്ളത്, പരിശുദ്ധ ബലിയർപ്പണം അർപ്പിക്കുന്ന പുരോഹിതന്റെ ഇന്റൻഷൻ, മനോഭാവം, അതാണ് ബലിയർപ്പണത്തെ ദൈവികമാക്കി തീർക്കുന്നത്. ഇവിടെ റാഫേൽ തട്ടിൽ ആരെയോ തോൽപ്പിക്കുവാൻ വേണ്ടിയിട്ട് എന്തോ നേടിയെടുക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ കോടതിയെ പോലും ധിക്കരിച്ചുകൊണ്ട് അവിടെ പരിശുദ്ധ ബലിയർപ്പണത്തിന്റെ പകുതി ഭാഗം പൂർത്തിയാക്കുമ്പോൾ അതിന്റെ ഇന്റൻഷൻ, അതിന്റെ മനോഭാവം അങ്ങനെ തന്നെ ഇത് സാത്താൻ കുർബാനയായി മാറിയില്ലേ എന്ന് സിനഡ് പറയണം. ഇതിനെപ്പറ്റി കൃത്യമായി അവബോധമുള്ള മെത്രാന്മാരും വൈദികരും പറയണം. അങ്ങനെ വരുമ്പോൾ ഇത് പാഷാണ്ഡതയിൽ പൂർത്തീകരിച്ച ഒരു ബലിയർപ്പണമല്ലേ എന്നുള്ളതാണ് വിശ്വാസികളുടെ സംശയം. അത് തന്നെയാണ് അവരുടെ ചോദ്യവും. ഏതായാലും എറണാകുളം ബസിലിക്കയിലെ ആ വിശ്വാസിയുടെ വളരെ വേദനാനിർഭരമായ ആ വോയിസ് ക്ലിപ്പ് നമുക്ക് കേൾക്കാം. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, നേരത്തെയുള്ള 2 വോയിസ് വെച്ച് നിർത്താനാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ വീണ്ടും ഒരു പോസ്റ്റ് കാണാനിടയായി. മാർ റാഫേൽ തട്ടിൽ നാളെ രാവിലെ 7 മണിക്ക് ബസിലിക്ക ദേവാലയത്തിൽ കുരുത്തോല വെഞ്ചരിച്ചതിന് ശേഷം സെന്റ് മേരീസ് കോൺവെന്റിൽ കുർബാന അർപ്പിക്കുന്നു എന്നും അതിനുശേഷം 9:30 മണിക്ക് വീണ്ടും ഒരു വിശുദ്ധ കുർബാന എന്നും കണ്ടു. സത്യത്തിൽ നമ്മുടെ നാട്ടിലൊരു സംഭവമുണ്ട്. ഈ നാണമില്ലാത്തവന്റെ എന്ന് തുടങ്ങുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്.
കൃത്യമായും അത് ആരുടെയാണ്, എവിടെയാണ്, ആർക്കാണ് എന്ന് തെളിയിക്കുന്ന ഒരു പ്രവൃത്തിയാണ് നാളെ നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് കാഴ്ചവെക്കാൻ പോകുന്നത്. അദ്ദേഹം ഇത്രയും അധപ്പതിക്കരുതായിരുന്നു. മാർ റാഫേൽ തട്ടിൽ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബ മഹിമ കാണിക്കുന്നതായിട്ടും നമുക്കിതിൻ്റെ അകത്ത് മനസ്സിലാക്കാം. മാർ റാഫേൽ 2 തട്ടിൽ എന്ന് മാറ്റേണ്ടി വരും. കാരണം വിശ്വാസികളെ 2 തട്ടിലാക്കാനായിട്ട് അദ്ദേഹം നാളെ ബസിലിക്കയിൽ വരികയാണ്. സാധാരണ നമുക്കറിയാം, അരമനയുടെ മുമ്പിൽ നിന്ന് കുരുത്തോല വെഞ്ചരിച്ച് സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക ആസ്ഥാന ദേവാലയത്തിന്റെ വാതിൽ മുട്ടി തുറന്നാണ് ഓശാന തൃക്കർമ്മങ്ങൾ നടക്കുന്നത്. ഇത് നേരെ റിവേഴ്സാണ് കാര്യങ്ങൾ നടക്കുന്നത്. ബസിലിക്ക ദേവാലയത്തിൽ വെച്ച് കുരുത്തോല വെഞ്ചരിച്ചതിന് ശേഷം കന്യാസ്ത്രീ മഠത്തിന്റെ വാതിൽ മുട്ടി തുറക്കുന്ന മേജർ ആർച്ച് ബിഷപ്പിനെ നാളെ നമുക്ക് എറണാകുളത്ത് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കുരുത്തോല സ്വീകരിക്കുന്ന വിശ്വാസികളെ 2 തട്ടിലാക്കുന്നു. അതായത് ഏകീകൃത കുർബാന കാണേണ്ട കുറച്ച് ആളുകളെയും കൊണ്ട് അദ്ദേഹം സെന്റ് മേരീസിൽ ചെന്ന് മഠത്തിന്റെ വാതിൽ മുട്ടിത്തുറന്ന് കന്യാസ്ത്രീമാരടക്കമുള്ളവർക്ക് വേണ്ടിയിട്ട് കുർബാന അർപ്പിക്കുകയും അതിനുശേഷം വീണ്ടും അടുത്ത ഒരു ബാച്ചിന് വേണ്ടിയിട്ട് അവിടെ ജനാപ കുർബാനയ്ക്ക് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ പേര് നാളത്തെ കുർബാനയ്ക്ക് ശേഷം മാർ റാഫേൽ 2 തട്ടിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടും. ഈ ആല് ചുമന്നുകൊണ്ട് ഇദ്ദേഹം എത്ര കാലം നടക്കും എന്നാണ് നമുക്ക് മനസ്സിലാകേണ്ടത്. ഇങ്ങനെയുള്ള ഒരു മേജർ ആർച്ച് ബിഷപ്പിനെ ചുമക്കേണ്ട ഗതികേടാണ് ഇപ്പോ സീറോ മലബാർ വിശ്വാസികളായ നമുക്ക് വന്നിരിക്കുന്നത്. കാലം ഇദ്ദേഹത്തിന് മാപ്പ് കൊടുക്കട്ടെ, ദൈവം ഇദ്ദേഹത്തോട് ക്ഷമിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഞാൻ ജിമ്മി പുത്തിരിക്കൽ, ബസിലിക്ക ഇടവകാണ്. നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ കാണുന്ന പരിപാടികൾ, പ്രോഗ്രാമുകൾ മറ്റുള്ളവരോട് കാണുവാൻ, അങ്ങനെ വോയിസ് ഓഫ് ട്രൂത്ത് എല്ലാവരിലേക്കും എത്തുവാൻ പ്രോഗ്രാം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.